ഹായ് ഗായ്സ്, നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയാൽ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് മെത്തേഡിൻ്റെ സെക്കൻഡ് ടോപ്പിക്കായ അക്വസ്റ്റിക് എമിഷൻ ടെക്നിക് എന്നുള്ള ആ ടെക്നിക്സ് ആണ് പഠിക്കുന്നത്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അൾട്രാസോണിക് ടെസ്റ്റിംഗ് നമ്മൾ നോക്കി. സോ ഇനി ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് എങ്ങനെ ഡിഫക്ട്സുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അക്വസ്റ്റിക് എമിഷൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇപ്പോൾ ഏത് തന്നെ ആയാലും ഇപ്പം നമ്മുടെ വീട്ടിലെ ഒരു വാളായാലും അല്ലെങ്കിൽ ഒരു ജനലിൻ്റെ ഇഴകൾ അല്ലെങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ, ഇപ്പം നിങ്ങളിപ്പോൾ ക്ലാസ്സിലിരിക്കുമ്പോൾ നിങ്ങളുടെ ഡെസ്കിൻ്റെ ആ ഒരു ആ പലക ഉണ്ടല്ലോ, ആ പലക എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങളുടെ കയ്യിലുള്ള ഒരു കമ്പോണൻസ്, ഒരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഒരു പേന എന്തിനായിക്കോട്ടെ, അതിന് നമ്മളൊരു അതിലേക്കൊരു ഒരു തട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു വൈബ്രേഷൻ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്ന ഒരു വാളിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളൊരു വൈബ്രേഷൻ ഡെവലപ്പ് ചെയ്യും. ഇപ്പോൾ ഞാൻ ജനലിൻ്റെ ഇതിലേക്ക് ഞാൻ ഇടിച്ച് കഴിഞ്ഞാൽ ഒരു വൈബ്രേഷൻ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഈ വൈബ്രേഷനിൽ നിന്ന് അതിനൊരു സൗണ്ട് ഉണ്ടാവും. ഇപ്പോൾ ഒരു ഡിഫക്ട്സും ഇല്ലാത്തൊരു വാളാണെന്നുണ്ടെങ്കിൽ അതിനൊരു വൈബ്രേഷനാണ് ഡെവലപ്പ് ചെയ്യുക. ഇനി അതിൻ്റെ ഉള്ളൊരു ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഡിഫക്ട്സ് ഇല്ലാത്തുള്ള വാളിൻ്റെ വൈബ്രേഷനിൽ നിന്ന് ഡിഫക്ട്സ് ഉള്ള വൈബ്രേഷനിൽ നിന്ന് വ്യത്യാസം ഉണ്ടാവും. അതിനുള്ള പ്രൊഡ്യൂസ് ചെയ്യുന്ന വൈബ്രേഷൻ ഡിഫക്ട്സിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം വെച്ചിട്ട് ഒരു എറർ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും വൈബ്രേഷൻ ഉണ്ടാവുക. ഈ വൈബ്രേഷൻ ഇത് കമ്പയർ ചെയ്യാൻ നമുക്ക് പറ്റുവാണെങ്കിൽ നമുക്ക് ആ ഒരു കമ്പോണൻറ്റിലെ ഓരോ ഡിഫക്ട്സുകളും എന്താണ് എന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ അക്വാസ്റ്റിക് എമിഷൻ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കമ്പോണൻറ്റിന് ഒരു സൗണ്ട് വേവ് ഉണ്ടാവും. ആ സൗണ്ട് വേവിൽ നിന്ന് നമുക്കൊരു ബേസിക് റെഫറൻസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളുടെ കാറിൽ ഒരു ഡാഷ്ബോർഡ് കോമ്പോസിറ്റ് മെറ്റീരിയലാണ് നിങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നത്. ഒരു ഡിഫക്റ്റും ഇല്ലാത്ത ഒരു കോമ്പോസിറ്റ് മെറ്റീരിയലാണ് ഇതാണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൗണ്ട് ഈ അക്വാസ്റ്റിക് സൗണ്ട് വേവ്സ് നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ ഡിഫക്ട്സുകളൊന്നും ഇല്ലാത്തൊരു സംഭവം നമ്മളത് ഓൾറെഡി നമ്മൾ അൾട്രാസോണിക്കിലോ വേറെ എന്തെങ്കിലും വെച്ച് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൽ തന്നെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് നമ്മൾ റെഫറൻസ് നമ്മൾ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ഇനി കുറേ പാർട്സുകൾ നമ്മൾ അതേപോലത്തെ പാർട്സുകൾ ഉണ്ടാക്കി അതിൽ നമുക്ക് ഇപ്പോൾ നമുക്കൊരു എറർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ വെച്ചിട്ട് വീണ്ടും നമ്മൾ അതിൻ്റെ സൗണ്ട്സ് നമ്മൾ കൊടുത്തിട്ട് ആ സൗണ്ട് അതിലുണ്ടാകുന്ന വൈബ്രേഷൻ നമ്മൾ വീണ്ടും ക്യാപ്ചർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് റെഫറൻസിലുള്ള സൗണ്ട് വേവുമായിട്ട് ഈക്വൽ അല്ല, ചെറിയ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യത്യാസം, ആ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ഒരു ഡിഫക്റ്റ് അതിൻ്റെ ഉള്ളിലുണ്ട്, ഒരു ഡാമേജ് അതിൻ്റെ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡിലൂടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ നമ്മൾ ഇവിടെ അക്വസ്റ്റിക് എമിഷൻ സെൻസർ ഉണ്ടാവും, ഒരു ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നു. ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു വൈബ്രേഷൻ, ഒരു സൗണ്ട് വൈബ്രേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ഫോഴ്സ് നമ്മൾ അതിലേക്ക് കൊടുക്കും. അപ്പോൾ ആ സൗണ്ട് വൈബ്രേഷനിൽ നിന്ന് എന്താണോ എന്നുള്ളതാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ സൗണ്ട് വൈബ്രേഷൻ്റെ ഡിഫറൻസസ് വെച്ചിട്ട് ക്രാക്കാണ് ആ ഒരു സൗണ്ട് വേവ്. ഇപ്പോൾ ഒരു സൗണ്ട് വേവ് പ്രൊഡ്യൂസ് ചെയ്തു, അതിൽ ക്രാക്ക് ഉണ്ടെങ്കിൽ ഒരു സൗണ്ട് വേവ് ആയിരിക്കും, ഡീലാമിനേഷൻസ് ഉണ്ടെങ്കിൽ ഒരു സൗണ്ട് വേവ് ആയിരിക്കും. അങ്ങനെ പല ഓരോ ഡിഫക്ട്സുകളിലും ഓരോ സൗണ്ട് വേവ് ആയിരിക്കും. ആ സൗണ്ട് വേവ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് ഡിഫക്ട്സുകൾ നമ്മൾ ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ആക്ച്വലി നമുക്കിതിന് ഫിഗർ ഇല്ല. നിങ്ങൾക്ക് അക്വസ്റ്റിക് എമിഷൻ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഈ ഒരു ചാർട്ട് വരച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ കയ്യിലൊരു സ്പെസിമൻ ഉണ്ട്. ആ സ്പെസിമൻ ഒരു ലോഡിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു. ആ ലോഡിലേക്ക് കണക്ട് ചെയ്തിട്ട് ആ സ്പെസിമൻ്റെ അടുത്തൊരു പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ നമ്മൾ കണക്ട് ചെയ്യും. എന്നിട്ട് ആ സ്പെസിമനിലേക്ക് ലോഡ് കൊടുക്കുമ്പോൾ അതിലുണ്ടാകുന്ന സൗണ്ട് വേവ്സ് പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ ക്യാപ്ചർ ചെയ്യും. ആ ക്യാപ്ചർ ചെയ്തതിനെ നമ്മൾ ആക്ച്വലി നമുക്കിത് വെള്ളത്തിൻ്റെ ഉള്ളിലോ മറ്റേലോ വെച്ചിട്ടല്ല ചെയ്യുന്നത്, സാധാ എൻവയോൺമെൻറ്റിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ആ സമയത്ത് പല സൗണ്ട്സും ആ എൻവയോൺമെൻറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനെല്ലാം ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് വേണ്ട സൗണ്ട് വേവ് മാത്രം നമുക്കതിനെ ഫിൽട്ടർ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയുള്ള ബാക്കിയുള്ള കമ്പോണൻസുകളാണ് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കംപ്ലീറ്റ് ഈ ഒരു ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഫ്ലോ ചാർട്ടിൽ കാണാൻ പറ്റുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അതിൻ്റെ ആ ഫ്ലോ ചാർട്ടിലുള്ള കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് എന്ന് പറഞ്ഞാൽ ഒരു പ്രീ ആംപ്ലിഫയർ ഉണ്ട്, ബാൻഡ് പാസ് ഫിൽറ്റർ ഉണ്ട്, ആംപ്ലിഫയർ ഉണ്ട്, ഇലക്ട്രോണിക് കൗണ്ടേഴ്സ് ഉണ്ട്, ടൈം ഗേറ്റ് റീസെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ഒരു ഏരിയ ഉണ്ട് നമുക്ക്. പിന്നെ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ ഉണ്ട്, അതിനെ ചെയ്യുന്ന റെക്കോർഡർ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ സൗണ്ട് വേവ്സിനെ ആദ്യം നമ്മളൊന്ന് പ്രീ ആംപ്ലിഫൈ ചെയ്യും. ആംപ്ലിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യണം. ആ സൗണ്ടിനെ ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള നമ്മൾ ട്രാൻസ്ഡ്യൂസർ വെച്ചിട്ട് ക്യാപ്ചർ ചെയ്തിരിക്കുന്ന സൗണ്ടിൽ നിന്ന് ഓരോ സൗണ്ട് വേവ്സിനും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പ്രീ ആംപ്ലിഫൈ ചെയ്യുന്നത്. അപ്പോൾ ആ സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാൻഡ് പാസ് ഫിൽറ്ററിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്റ്റർബൻസ് ആയിട്ടുള്ള ഫോറിൻ സൗണ്ടുകളെ, പുറത്തുനിന്ന് വന്നിട്ടുള്ള വേറെ സൗണ്ടുകളെല്ലാം നമ്മൾ ഇതിനെ ഫിൽട്ടർ ചെയ്യും. നമുക്ക് വേണ്ട സൗണ്ട് വേവ്സിനെ മാത്രം ആംപ്ലിഫയറിലേക്ക് കൊണ്ടുപോകും. ആംപ്ലിഫയർ വീണ്ടും ഒന്ന് അതിനെ ആംപ്ലിഫൈ ചെയ്യും, വീണ്ടും ഒന്ന് ബൂസ്റ്റ് ചെയ്തിട്ട് അതിൽ വീണ്ടും ഡിസ്റ്റർബൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരും, പ്രീ ആംപ്ലിഫയറിൽ തന്നെ വന്നിട്ട് വീണ്ടും ഫിൽട്ടർ ചെയ്യും. അങ്ങനെയല്ല വീണ്ടും നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റാത്ത സൗണ്ട്സ് നമുക്ക് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്യേണ്ടി വരും. അങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ടുള്ള പ്യുവർ ആ സൗണ്ട് വൈബ്രേഷൻസ് മാത്രമുള്ളതിനെ ഇലക്ട്രോണിക് കൗണ്ടറിലൂടെ കടത്തിവിടും. ഈ ഇലക്ട്രോണിക് കൗണ്ടർ നമുക്ക് എത്ര സൗണ്ട് വൈബ്രേഷൻസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ആ സൗണ്ട് വൈബ്രേഷൻസിൽ എത്ര ഡിഫറൻസ് ഉള്ള സൗണ്ട് വൈബ്രേഷൻസ് ഉണ്ടായിട്ടുണ്ട്, ക്രാക്കിനൊരു സൗണ്ട് വൈബ്രേഷൻ, ഡീലാമിനേഷൻസ് ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഒരു സൗണ്ട്. അപ്പോൾ ഇലക്ട്രോണിക് കൗണ്ടിലൂടെ എത്ര സൗണ്ട് വൈബ്രേഷൻസ് ഉണ്ടെന്നുള്ളത് നമ്മൾ വേർതിരിച്ചെടുക്കും. ആ വേർതിരിച്ചെടുത്തതിനെ അനലോഗിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് ക്രാക്കിന് ഇന്ന സൗണ്ട് ഉണ്ട്, സോ ഇത് ക്രാക്ക് അവിടെ ഉണ്ട്, ഇന്ന സ്ഥലത്തുണ്ട് എന്നുള്ള സ്പോട്ട് ചെയ്തിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന മെത്തേഡാണ് അക്വസ്റ്റിക് എമിഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് ചെയ്യണ്ട, കൺഫ്യൂഷൻ ആവണ്ട. സോ ഈ ഒരു മെത്തേഡാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ അതിൻ്റെ ജസ്റ്റ് ഒരു ഫിഗർ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഒരു സെൻസറിൽ അതിൻ്റെ പീക്ക്, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്സ്, കൗണ്ട്സ് നിങ്ങൾ നോക്കിക്കോ. ഇത് വെച്ചിട്ട് എന്തൊക്കെ ഡിഫക്ട്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഓക്കെ, സോ ഇതാണ് അക്വസ്റ്റിക് എമിഷൻ ടെക്നിക്ക് എന്ന് പറയാം. സോ ബാക്കി നെക്സ്റ്റ് മെത്തേഡ് അടുത്ത ക്ലാസ്സിൽ ഞാൻ എടുത്തുതരാം. ഇതിൻ്റെ നോട്ട്സ് ഞാൻ PDF ആയിട്ടും തരാം. ഓക്കെ, താങ്ക് യു.